വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM അംഗങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായി UDF ഭരണസമിതി. അറബുശാല പ്രവർത്തിക്കാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിലവിലെ ഭരണസമിതിക്കെതിരായ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും പദ്ധതികളുടെ ഇന്നത്തെ പ്രതിസന്ധിക്ക് മുൻ LDF ഭരണസമിതിക്കാണ് ഉത്തരവാദിത്തമെന്നും UDF ആരോപിച്ചു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അറബുശാല പദ്ധതി ആരംഭിച്ചത് 1996 മുതൽ 2000 വരെയുള്ള LDF ഭരണസമിതിയുടെ കാലത്താണെന്നും ആവശ്യമായ ലൈസൻസും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയും ലഭിക്കാത്തതിനാലാണ് പദ്ധതി ഇന്നുവരെ പ്രവർത്തനം ആരംഭിക്കാനാകാത്തതെന്നും UDF വിശദീകരിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാന സർക്കാർ വരെ LDF ഭരണത്തിലായിരുന്നിട്ടും അറബുശാല പ്രവർത്തനക്ഷമമാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് UDFന്റെ ആരോപണം. വെറും 6 മാസം മാത്രം പൂർത്തിയാക്കിയ നിലവിലെ ഭരണസമിതിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അവർ പറയുന്നു. അതേസമയം പദ്ധതി വിഹിതത്തിന്റെ 3ാം ഗഡു ലഭിക്കാത്തതും ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതയും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നും UDF ചൂണ്ടിക്കാട്ടി. സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കാനാണ് CPM അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും വസ്തുതകൾ മനസ്സിലാക്കി ഇത്തരം പ്രചാരണങ്ങളെ ജനങ്ങൾ തള്ളിക്കളയണമെന്നും UDF അഭ്യർത്ഥിച്ചു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ.